പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പവിത്രേനോട് ശ്രേയനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ പവിത്രയാണെങ്കിലും മടിച്ച് നിൽക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, പവിത്ര ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എനിക്ക് പവിത്ര എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്നൊക്കെ കരുതേണ്ടി വരും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് എന്തായാലും പവിത്ര വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ നയനേനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ എൻ്റെ അടുത്തുണ്ട്, മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുകയാണെന്ന് പറയട്ടോ. പെട്ടെന്ന് തന്നെ മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്, ശ്രേയനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രേയ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ സാർ അങ്ങോട്ട് വരുന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നയനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് കേട്ടോ. അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സാറിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നയന അങ്ങനെ ശബ്ദം മാറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയനോട് അങ്ങനെ ആദർശ് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഇയാളുടെ ഡിസൈനിനെ പോലെ നല്ല സ്വീറ്റ് ആയിരിക്കും ഇയാളുടെ ശബ്ദം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദം കുറച്ച് മോശമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും സംസാരിക്കാറില്ല, അങ്ങനെ കൂടുതൽ ആരോടും സംസാരിക്കാറില്ല എന്നൊക്കെ പറയും നയനയാണെങ്കിലും ആദർശിനോട്. പക്ഷേ അതങ്ങനെ പറ്റില്ല, അങ്ങനെ എല്ലാവരോടും സംസാരിക്കണം. അതുപോലെ തന്നെ വീട്ടിലിങ്ങനെ തളച്ചിട്ടതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. തന്നെ പോലെ കഴിവുള്ളൊരു പെൺകുട്ടീനെ ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇങ്ങനെ തളച്ചിടാൻ പാടുണ്ടോ എന്നുള്ളതിലൊക്കെ നയനയോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആദർശ്. അപ്പോൾ എൻ്റെ വീട്ടിലും തന്നെക്കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഭാര്യയും അത്യാവശ്യം ഡിസൈനൊക്കെ വരയ്ക്കും, പക്ഷേ ഇങ്ങനെ അതുപോലെ തന്നെ പാചകം ചെയ്യാനും അതുപോലെ തന്നെ രാവിലെ മുറ്റത്ത് കോലിടാനും മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ തരം താഴ്ത്തി സംസാരിക്കും. അപ്പോൾ അത് നയനയ്ക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ നയന നന്നായിട്ട് തന്നെ ആദർശിനോട് തിരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശബ്ദം മാറിയല്ലോ എന്ന് പറയും. അപ്പോൾ നയന ഇങ്ങനെ മോശമാക്കി പറഞ്ഞപ്പോൾ നയനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ശബ്ദത്തിൽ തന്നെ ഇങ്ങനെ സംസാരിച്ചാണ് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പ്രതികരിക്കും, അത് ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് ശ്രേയനെ എനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഇറങ്ങാറുള്ളൂ, ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും സാറിനോട് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തൻ്റെ ഭർത്താവിനോട് സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ തൻ്റെ ഭർത്താവ് ഒരു പ്രശ്നക്കാരനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഭർത്താവ് നല്ല ജെൻറ്റിലാണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ കുടുംബത്തിൽ വരുന്ന പെൺകുട്ടികൾ അങ്ങനെയാണ്, തൻ്റെ ഭർത്താവ് മോശക്കാരനാണെങ്കിലും മറ്റുള്ളവരോട് അത് എൻ്റെ ഭർത്താവ് നല്ലവനാണെന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഒരു കുട്ടിയാണ് ശ്രേയ എന്ന് ഞാൻ വിചാരിച്ചോട്ടെ എന്നൊക്കെ പറയും. നമുക്ക് എന്തായാലും ഈ സംസാരം ഇവിടെ നിർത്താം, അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട. പെൺകുട്ടികളെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അവരെ അങ്ങനെ വീടിനുള്ളിൽ തളച്ചിടാതെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, എന്നാലേ അവരുടെ ടാലൻറ്റ് പുറത്തു വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദർശിനോട്. പിന്നീട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പവിത്രേനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആളുടെ ശബ്ദം അത്ര പോരാ, ആള് പെട്ടെന്ന് ചൂടാവൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പവിത്ര പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ, ആൾക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ അത് പെട്ടെന്ന് ദേഷ്യം വരും, അതിനെ പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദം മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിങ്ങനെ വീടിനുള്ളിൽ തന്നെ തളച്ചിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ശ്രേയ ഇങ്ങനെ ചൂടായ സമയത്ത് എനിക്ക് എൻ്റെ ഭാര്യയുടെ ശബ്ദം പോലെ തോന്നി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെ ഇടയ്ക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പവിത്രയും പറയും. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ ഇനി പവിത്ര പോയിക്കോളൂ, നാളെ 1-2 ക്ലയൻറ്റ്സ് വരുന്നുണ്ട്, അവരെ ഇങ്ങനെ ഡിസൈനൊക്കെ കാണിക്കണം എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും ആദർശിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ ഓർഡറൊക്കെ കിട്ടിയിട്ട് അത് ഡെലിവറി ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദു വരുന്നുണ്ട്. അപ്പോൾ നന്ദു വരുന്ന സമയത്ത് തന്നെ തൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു 20 ഓർഡർ തന്നതെന്നൊക്കെ പറയുമ്പോൾ അത് ഏത് സുഹൃത്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പേരൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നന്ദു വന്ന സമയം നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദു ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അനി അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ അവർ ഇങ്ങനെ ഓർഡറൊക്കെ കൊടുക്കാനായിട്ട് നന്ദു പോവുകയും ചെയ്യുന്ന സമയത്ത് അനി അയാളോട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ പേര് ഒരിക്കലും ഇവിടെ പറയരുത് നന്ദുവിനോട്, ഇങ്ങനെ കുറച്ച് ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണ്, അപ്പോൾ എന്തായാലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും മോശമായിട്ടൊക്കെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 1-2 ഇങ്ങനെ ആണുങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ തല്ലി താഴെ ഇട്ടിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നന്ദു പോകുന്ന സമയത്ത് നന്ദുവിൻ്റെ കൂടെ അനിയും കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ബാക്കിൽ. നന്ദു വേറൊരു ഫ്രണ്ട്സിൻ്റെ ബൈക്കിലാണ് ഇങ്ങനെ സാധനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അനി അവരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്പായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഓർഡർ എടുക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ തിരിച്ച് ബാലൻസ് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അവർ ടിപ്പായിട്ട് നന്ദുവിന് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം നന്ദു വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ നന്ദുവിൻ്റെ കയ്യിൽ ഇങ്ങനെ ഓർഡർ വാങ്ങിക്കുന്ന ആളുടെ കയ്യിലും തിരിച്ച് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അവർ നന്ദുവിന് ആ പൈസ കൊടുക്കുകയാണ്. അപ്പോൾ അത് അനിയുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞ ശേഷം അവരിങ്ങനെ ഹണിമൂണിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ പേരക്കുട്ടികൾക്കൊന്നും അത് ബാധകമല്ലെന്നാണോ, ആദർശിനെ മോളെയും കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം, പക്ഷേ മോന് അതിനൊന്നും ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യ അതിലൂടെ അങ്ങ് പോകുന്ന സമയത്ത് നവ്യ തല ചുറ്റി അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി നൈനി എല്ലാവരും വന്ന് പിടിച്ചെണീറ്റ് ഇങ്ങനെ സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവരാനായിട്ട് ജാനകിനോട് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറയുമ്പോൾ പണി പാളിയില്ലെന്ന് നവ്യയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നവ്യ ഇങ്ങനെ അതൊന്നും വേണ്ട മുത്തശ്ശ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളാണോ അത് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നവ്യയാണെങ്കിലും നൈനേനെ നോക്കുകയാണ് കേട്ടോ, അതെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡോക്ടറെ വിളിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. മോളും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, അപ്പോൾ BP-യിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ വന്ന് നോക്കിയാൽ എല്ലാവർക്കും സമാധാനമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് എന്തായാലും ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഡോക്ടർ തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും BP ഒക്കെ നോക്കിയിട്ട് നോർമലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകാനായിട്ട് നിൽക്കുകയാണ്. ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ജാനകി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇതും മോൾ ഇതുവരെ കാണിച്ചിട്ടില്ല, ഒരു ലക്ഷണവും മോൾ ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് നവ്യ അത്രയ്ക്ക് ഹെൽത്തി ആയതുകൊണ്ടാണെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അന്നൊരു ഡോക്ടർ പോവും. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാത്രി എനിക്കൊരു ഗ്ലാസ് പാല് തരുന്നുണ്ട്, അതിലിനി ഉറങ്ങാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പൊടി ചേർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ അത് നൈനയാണ് കേട്ടോ ആ പാല് കൊടുക്കുന്നത്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ എടുത്ത് കുടിക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് നവ്യ പറയും. നിനക്ക് സുഖമില്ലാത്തതുകൊണ്ടൊന്നല്ല, നിനക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാവിലെ തൊട്ട് നൈന എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നതെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നവ്യയ്ക്ക് അങ്ങ് ഇഷ്ടമാവുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ജാനകി ആണെങ്കിലും അങ്ങനെ ആദർശ് അത് പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു അത് മോൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഇങ്ങനെ നൈനമോള് വന്ന ശേഷം ഇങ്ങനെ മീനാക്ഷിക്ക് പോലും ഇവിടെ ജോലി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് അത് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. നൈനി ആദർശം കൂടെ അവിടെ നിന്ന് അങ്ങ് പോവും. അവരങ്ങ് പോകുന്ന സമയത്ത് ജലജ ദേവയാനിനോട് പറയുന്നുണ്ട് മോൻ കൈവിട്ട് പോയി ഏട്ടത്തി, അവൻ്റെ മനസ്സിൽ അവൻ്റെ ഭാര്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് അവൻ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആദർശ പറഞ്ഞതിൽ എന്താ തെറ്റിയെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മോനെ സ്നേഹിച്ചതിലും കൂടുതലാണ് ഏട്ടത്തി, അതിൻ്റെ 100 ഇരട്ടിയാണ് ഏട്ടത്തിയുടെ മോനെ സ്നേഹിച്ചത്. ഇപ്പോൾ അവന് ഭാര്യയോടാണോ അമ്മയോടാണോ സ്നേഹം എന്ന് എനിക്ക് എന്തായാലും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ ദേവയാനിയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ജലജ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആ ഒരു സംശയം ഇങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്